അച്ഛോ കേരളം മാത്രമാണ് അച്ഛൻ സംസ്ഥാനമായിട്ട് കണ്ടിട്ടുള്ളത്. 10-30 സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ. ഈ എവിടെയെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നതിനോടനുബന്ധിച്ചിട്ടാണ് ഇത്തരം നമ്പറുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. നമുക്കറിയില്ലേ, നമ്മുടെ സഭ 12 സ്ത്രീയന്മാരിൽ യൂദാസിനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ സ്വന്തം ഗുരുവിനെ ചുംബിച്ചോണ്ടൊറ്റിയത്? ഇമാതിരി പണികൾ എല്ലാ സമുദായത്തിലും എല്ലാ സമൂഹത്തിലും നടക്കുന്നുണ്ട്. ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ BJP-യുടെ തലയെ വരുമെന്ന് അവർക്കറിയാം. പിന്നെ മനസ്സിലാക്കുന്നില്ല, ബജ്രംഗ് എന്ന സംഘപരിവാറിന്റെ സംഘടന ക്രൈസ്തവരെ ആക്രമിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പോലും കെന്നഡിക്ക് കഴിയുന്നില്ല. അവരത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആക്രമിക്കപ്പെട്ടത് ക്രൈസ്തവരെ തന്നെ, കന്യാസ്ത്രീകളെ. അത് ചെയ്തത് ബജ്രംഗ് ദളാണ്, അവർ സംഘപരിവാർ സംഘടനയാണ്. അങ്ങനെ പറയാൻ പോലും ഞങ്ങൾ കഴിയുന്നില്ല. ആരെങ്കിലും ഗൂഢാലോചന നടത്തി അവരെ തലയിൽ അടിക്കുന്നതാണെന്നാണ് കെന്നഡി ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ടെന്നാണ്. ഒരു ഉദാഹരണം, ഏതെങ്കിലും ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും ചതിച്ച് BJP-യുടെ തലയിൽ കൊണ്ടുപോയി ചാർത്തിയ ഒരു ഉദാഹരണം പറയാമോ? അങ്ങനെ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ നോക്കൂ, നമുക്ക് ഒരു തുടർച്ചയായി ഇത്തരം ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാം നേരെ ചൊവ്വേ മാത്രമാണ് നടക്കുന്നത് എന്നങ്ങനെ കരുതരുത്. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ പല കൊലപാതകങ്ങളും നടക്കുന്നത്. ക്രൈസ്തവരെ ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു സംഘടനയാണ് സംഘപരിവാർ. അങ്ങനെയല്ല, അത് വേറെ ആരെങ്കിലും ചെയ്ത് അവരെ തലയിലടിക്കുന്നത് അവർക്ക് നാണക്കേടാണ്. നോക്കൂ, ക്രൈസ്തവരെ ആക്രമിക്കുമെന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഈ പഴയ വിചാരധാരയെ വെച്ചാണ്. നമ്മൾ ഇത് ഒരുപാട് അവരുടെ മുദ്രാവാക്യങ്ങളാണ്. ഇപ്പോഴും വെറുതെ നോക്കിയ വീഡിയോകൾ കാണും. നിങ്ങൾ ഇവിടുന്ന് ഓടിക്കൂ എന്ന് പറയുന്ന വീഡിയോകൾ കാണും. അത് ഗൂഢാലോചനയാണ്. അവരല്ല ചെയ്തതുകൊണ്ട് അവർക്ക് നാണക്കേടാണ്. കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് വീണ്ടും ഞാൻ പറയട്ടെ, അത്തരം കാര്യങ്ങളൊന്നും ഈ നാട്ടിൽ നടക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ. കാരണം 1947 ഇന്ത്യൻ ഭരണഘടന ചവിട്ടി താത്താൻ നടക്കുന്ന ഒരു വർഗം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഈ മഹാരാജ്യത്ത് നടക്കുന്നതല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നടക്കുകയുള്ളൂ. പിന്നെ ശ്രീ AM ആരിഫിനോട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു മനുഷ്യനാണ്, നല്ല ഒരു മുൻ MP ആണ്, എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഈ രണ്ട് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം മുണ്ടു പൊക്കി നോക്കി നെഞ്ചിലിട്ട് താങ്ങിയപ്പം അദ്ദേഹം ഞെട്ടിയതായി ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഞെട്ടി, എനിക്ക് സന്തോഷമുണ്ട്, പ്രത്യേകം നന്ദിയുണ്ട്. മാത്രം താങ്കളെ പോലുള്ള ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ആളുകൾക്കെല്ലാം കാണാൻ പറ്റും. താങ്കളുടെ സമുദായത്തിലെ നിങ്ങൾ കണ്ടു ചാടി താങ്കളുടെ അങ്ങനെ ഓരോരുത്തരെയും സമുദായവൽക്കരിച്ച് മാറ്റാൻ ശ്രമിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥ യൂദാസ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട പക്ഷെ നിങ്ങൾ കപട വ്യക്തിത്വം, താങ്കൾ കമ്മ്യൂണിസവുമായി ഇല്ലാത്ത ആളാണ്. താങ്കൾ കമ്മ്യൂണിസത്തിന് അപമാനമാണ്. പേര് ഉച്ചരിക്കരുത്. കന്യാസ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്യമായിട്ട് വ്യക്തിപരമായിട്ട് ആരോപിക്കില്ല. വർഗീയത പറയില്ല പ്ലീസ്, പച്ചയ്ക്ക് വർഗീയത പറയില്ല പ്ലീസ്. താങ്കൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ശരി, അല്ല അജിൻസെ, ഞാൻ വളരെ മാന്യമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ മതം നോക്കി ബഹുമാനത്തോടെ സംസാരിച്ച ആളല്ലേ? ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടെ സംസാരിച്ച ആളല്ലേ? അതെ. നിങ്ങൾ പിന്നെ ഞാൻ എത്ര ബഹുമാനത്തോടു കൂടിയാണ് എല്ലാവരെയും ബഹുമാനത്തോടു കൂടിയല്ലേ സംസാരിച്ചത്? ബഹുമാനപ്പെട്ട മുൻ MP അപ്പൊ നിങ്ങൾ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ വിളിക്കേണ്ടത് താങ്കളുടെ എന്റെ പേര് പറഞ്ഞു താങ്കൾ പറഞ്ഞു ഗതികെട്ടവനാണ്. നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പരസ്പരം ബഹുമാനത്തോടെ നിങ്ങൾ എന്റെ മതം നോക്കി എന്നെ ആക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിങ്ങളെ വിളിക്കേണ്ടി വന്നത്. ആരിഫെ എന്റെയും ആരിഫിന്റെയും ഒക്കെ നിലപാടുകൾ കേരള സമൂഹത്തിന്റെ മുന്നിലുണ്ട്. അവർ വിലയിരുത്തിക്കോട്ടെ.